സ്വന്തം നിലയ്ക്ക് രാജി നൽകി. ഇതടങ്ങുമ്പോ എന്റെ ക്ലാസ് പോകും. ഇത് അനിൽകുമാറിന്റെ കാറാ. എന്റെ ക്ലാസ് കുറെ പോയി. Nothing more to be stated. I have stated everything in detail. സ്വന്തം നിലയ്ക്ക് രാജിവെച്ചു ND അപ്പച്ചൻ എന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. രാജി ആവശ്യപ്പെടുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. ആവശ്യപ്പെട്ടത് പ്രകാരം KPCC ചോദിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അല്പം മുമ്പാണ് രാജിവെച്ചത്. NM വിജയൻ, ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെയായിരുന്നു രാജി. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് രാജി എന്നുള്ള സൂചനകളാണ് വരുന്നത്. രാജി സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ND അപ്പച്ചന്റെ പ്രതികരണം. ജിമ്മി ജെയിംസും ദീപക് മലയമ്മയുമാണ് വിവരങ്ങളായുള്ളത്. ആദ്യം ജിമ്മിയിലേക്ക്. ജിമ്മി, ഇപ്പോൾ ND അപ്പച്ചൻ രാജിവെച്ചു, സ്വന്തം നിലയ്ക്ക് രാജിക്കത്ത് നൽകി എന്നിപ്പോൾ KPCC അധ്യക്ഷൻ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് തന്നെയല്ലേ നമുക്ക് അറിയാൻ കഴിയുന്നത്? സ്മൃതി, അതൊന്നും ശരിയായ കാര്യമല്ല. രാജി ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു. ഇതിനകത്ത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രത്യേക ഇടപെടലുമുണ്ടായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ പിടിച്ചുകുലുക്കിയ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ. അതിനു മുമ്പ് ആത്മഹത്യ ചെയ്ത NM വിജയന്റെ കുടുംബത്തിന് കൊടുക്കാമായിരുന്നു പറഞ്ഞ പണം കൊടുത്തു തീർക്കാതിരിക്കുകയും അത് വലിയ വിഷയമാവുകയും ചെയ്തതിന്റെ പ്രശ്നം. ഇതെല്ലാം ഒരു വശത്ത്. അതോടൊപ്പം ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിൽ നേതൃത്വത്തിന് ഒന്നും ചെയ്യാനായില്ല എന്ന ഒരു പരാതി മറ്റൊരു വശത്ത്. ഇതെല്ലാം ND അപ്പച്ചനെ മാറ്റി നിലയ്ക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധി അത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് DCCകളുടെ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ND അപ്പച്ചനെ മാറ്റും എന്നുള്ളത് കൊണ്ട് മൊത്തത്തിൽ മാറ്റാമെന്ന തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ അതും കോൺഗ്രസിൽ നടന്നില്ല. ഇതോടുകൂടി പ്രിയങ്ക ഗാന്ധി നിലപാട് കടുപ്പിക്കുകയായിരുന്നു. രാജി ഉടനെ വാങ്ങിച്ചേ പറ്റൂ, DCC പുനഃസംഘടന ഉണ്ടായില്ലെങ്കിൽ DCC പ്രസിഡന്റിനെ മാറ്റണം എന്ന നിലപാട് അവരുടെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടി ND അപ്പച്ചനെ രാജി ചോദിച്ചു വാങ്ങിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് ഈ കാര്യത്തിൽ നടന്ന യഥാർത്ഥ വസ്തുത. ശരി ദീപക്, ഇപ്പോൾ വയനാട്ടിൽ കോൺഗ്രസ് രണ്ടായിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് ഈ സംഭവങ്ങൾ വഴിതെളിച്ചിട്ടുണ്ടായിരുന്നു. നേതാക്കൾ പരസ്പരം ചേരി തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ND അപ്പച്ചനൊപ്പം ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയില്ലേ? ഇന്നലെ ഇപ്പോൾ NM വിജയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യത, കുടുംബത്തിനുണ്ടായ വലിയ സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും ഇന്നലെയാണ് കൊടുത്തു തീർത്തത് പാർട്ടി. അപ്പോൾ ആ രൂപത്തിൽ വയനാട്ടിൽ മുഴുവൻ കാര്യങ്ങളിലും തിരുത്തൽ നടത്തുന്നു. DCC പുനഃസംഘടന വരെ വയനാട്ടിലെ കാര്യം നീക്കിവെക്കാനാവില്ല. വയനാട്ടിൽ ഉടൻ തന്നെ അത് വേണം. DCC പ്രസിഡന്റ് ഇനി വേണ്ട എന്ന തീരുമാനം, കടുത്ത നിലപാടെടുത്തത് മണ്ഡലത്തിലെ MP തന്നെയായ പ്രിയങ്ക ഗാന്ധിയല്ലേ? സ്മൃതി, വളരെ കൃത്യമാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ വിസിറ്റ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അത് DCCക്ക് ഒരു ഷെഡ്യൂൾ കണക്കിനെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത്തവണ പക്ഷേ പ്രിയങ്ക ഗാന്ധി ഏതാണ്ട് 10 മുതൽ 12 ദിവസം വരെ മണ്ഡലത്തിൽ തങ്ങുന്നു. ആ ഘട്ടത്തിൽ ഒരു സമയത്ത് പോലും DCCക്ക് കൃത്യമായി MP എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പരിപാടികൾ എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്ത് പ്രിയങ്ക ഗാന്ധി തന്നെ കൃത്യമായി നേതൃത്വത്തോടെ നിലപാടായി സ്വീകരിച്ചത് DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ നീക്കണം എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും മണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് പോലും ആ മണ്ഡലത്തിൽ പൂർണ്ണമായും കോൺഗ്രസിന്റെ കെട്ടുറപ്പ് പാടെ തകർന്നിരിക്കുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും ഗ്രൂപ്പ് തർക്കം അതിന്റെ എല്ലാ പരിധികളും വിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ MP ഉൾപ്പെടെ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള സാഹചര്യം ചോദിച്ചു വാങ്ങിയിരിക്കുന്നു.